ഡോക്ടർ, ഈ ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കണ എന്തോ ഒരു പരിശോധനയില്ല, അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായും. HbA1c എന്നാണ് ആ പരിശോധനയുടെ പേര്. ഗ്ലൈക്കോസൈഡ് ഹീമോഗ്ലോബിൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. HbA1c എന്ന് പറയുന്നത് ഒരു 3 മാസത്തെ നമ്മുടെ ഷുഗർ റിപ്പോർട്ട് പോലെയാണ്. അത് ഇന്നത്തെ നമ്മുടെ റിസൾട്ട് അല്ല, ഇന്നത്തെ നിങ്ങളുടെ ഷുഗർ ലെവൽ അല്ല, ഒരു 3 മാസത്തെ ഒരു ആവറേജ് ബ്ലഡ് ഷുഗറാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഇന്ന് കഴിച്ച ഭക്ഷണമോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. റാദർ ഒരു 3 മാസത്തെ പേഷ്യൻറ്റിൻ്റെ ഷുഗർ കൺട്രോൾ നമുക്ക് HbA1cയിൽ അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചു, ഇതൊന്നും HbA1cയെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം HbA1cയുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഗുണം എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് കൂടെ അറിയാനായിട്ട് സാധിക്കും. പുവർ HbA1c, അതായത് 10ൻ്റെ മുകളിൽ HbA1c ഉള്ള പേഷ്യൻസിന് ലൈഫിൽ പിന്നീടാണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. HbA1c നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. HbA1c നമുക്ക് ഒരു 6.5ൻ്റെ താഴെയുള്ള പേഷ്യൻസിന് അവർക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് പേഷ്യൻ്റ് തിരിച്ചറിയുന്നു. ഇതിന് നമ്മൾ ലിഗസി എഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ലൈഫ് ലോങ് ബെനിഫിറ്റാണ് ഈ ലെഗസി എഫക്റ്റ് വഴി കിട്ടുന്നത്. HbA1c തീർച്ചയായും ഒരു നല്ല പരിശോധനയാണ്. ഡോക്ടർ പറയുന്ന രീതിയിൽ അത് ചെയ്യേണ്ടതാണ്.